ഇവിടെ ഒരു കുട്ടി അപകടകരമായ റോളർ കോസ്റ്ററിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൈവച്ച് അടങ്ങിയിരിക്കാതെ സേഫ്റ്റിക്കായിട്ടിരുന്ന സീറ്റ് ബെൽറ്റ് ഊരുന്നു. അതിനുശേഷം പുറകിലിരിക്കുന്ന അമ്മയോട് കുറച്ചു നേരത്തിൽ തന്നെ നമ്മളെല്ലാവരും മരിക്കുമെന്ന് പറയുന്നു. പക്ഷെ ഭാഗ്യത്തിന് അവൻ പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കാതെ റൈഡ് കംപ്ലീറ്റ് ആക്കി സേഫായി താഴെ എത്തുന്നു. നോക്കുമ്പോൾ ഇവൻ പറഞ്ഞതുപോലെ മറ്റൊരു റോളർ കോസ്റ്റർ വീലൂരിപ്പോയി അവിടെ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് വീണ് അതിലുണ്ടായിരുന്ന എല്ലാവരും മരിക്കുന്നു. ഇപ്പോൾ അവരുടെ ബോഡി പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. നോക്കുമ്പോൾ ആ റൈഡിൽ പോയത് 5 പേരാണ്. പക്ഷെ അവിടെ 6 പേരുടെ ബോഡി ഉണ്ട്. ഡോക്ടർ ഒരു പക്ഷേ അത് താഴെ നിന്ന് ആരെങ്കിലും ആയിരിക്കുമെന്ന് സംശയം പറയുന്നു. പക്ഷെ അയാളുടെ റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ ഈ അപകടം നടക്കുന്നതിന് 10 മണിക്കൂർ മുൻപാണ് അയാൾ മരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഒപ്പം എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു ബോൾട്ടും ഒരു റിഞ്ച് സ്പാനറും കിട്ടുന്നു. അത് വെച്ച് ആ റോളർ കോസ്റ്ററിന്റെ ബോൾട്ട് ആരോ ഊരി മാറ്റിയതാണ്. ആ സ്പാനറിൽ രക്തക്കറയുമുണ്ട്. അങ്ങനെ അപകടം നടന്നതിന്റെ തലേ ദിവസത്തെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ഇവന്റെ ഒപ്പം ഒരു പെൺകുട്ടിയുമുണ്ട്. അവൾ ആരാണെന്ന് കണ്ടുപിടിച്ച് അവളെ ചോദ്യം ചെയ്താൽ എന്തെങ്കിലും അറിയാൻ കഴിയുമെന്ന് വിചാരിച്ച് ചോദ്യം ചെയ്യുന്നു. നോക്കുമ്പോൾ അവൾക്ക് ഒത്തിരി ബോയ് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയുന്നു. അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ ഇവൾക്കൊപ്പം നടക്കുന്നത് ഇഷ്ടമല്ലാതെ ഇവൻ സ്പാനർ വെച്ച റോളർ കോസ്റ്ററിന്റെ വീൽ ഊരി മാറ്റിയിരിക്കുന്നു. പക്ഷെ കറക്റ്റായി ഊരാത്തത് കൊണ്ട് അവൻ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. ദേഷ്യം മാറാതിരുന്ന ഇവൻ ആ സ്പാനർ വെച്ച് അവനെ ഇല്ലാതാക്കി അവിടെ കിടന്ന കാറിനകത്ത് മറച്ചു വെക്കുന്നു. ഇപ്പോൾ ഇവൻ ചെയ്ത ഒറ്റ കാര്യം കൊണ്ട് നിരപരാധിയായ 5 പേർ കൂടി മരിച്ചിരിക്കുന്നു. അവൻ ചെയ്ത കുറ്റവും തെളിഞ്ഞിരിക്കുന്നു.